തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ ഭക്ഷണശാലയിലെ മോഷണക്കേസിലെ പ്രതിയെ തിരിച്ചറിഞ്ഞതായി സൂചന. പ്രതി 2 ആഴ്ചകൾക്ക് മുൻപ് ശിക്ഷ കഴിഞ്ഞിറങ്ങിയ ഇയാൾ മോഷണം നടന്ന ഭക്ഷണശാലയിൽ ജോലി നോക്കിയിരുന്നു. തിരുവനന്തപുരം സ്വദേശിയായ ഇയാളുടെ വിരലടയാളം ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. റിനു ശ്രീധറുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത്. റിനു, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ, 2 ദിവസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരം സെൻട്രൽ ജയിലിന്റെ ഭാഗമായിട്ടുള്ള ഭക്ഷണശാലയിൽ മോഷണം നടന്നത്. 4 ലക്ഷം രൂപ മോഷണം ചെയ്തു എന്നുള്ളതാണ് നമ്മൾ അന്ന് വാർത്തയായി നൽകിയിരുന്നത്. തുടർന്ന് പൂജപ്പുര പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരടക്കം അവിടെ എത്തി പരിശോധന നടത്തി. അപ്പോഴാണ് ഒരാളുടെ സംശയകരമായിട്ടുള്ള വിരലടയാളം അവർക്ക് ലഭിക്കുന്നത്. ഇയാൾ തിരുവനന്തപുരം സ്വദേശിയാണ്. ഇയാൾ 2 ആഴ്ചകൾക്ക് മുമ്പ് ശിക്ഷ അനുഭവിച്ച ഈ ജയിലിൽ നിന്ന് ഇറങ്ങിയതാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇയാൾ മോഷണ കേസിലാണ് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ ശിക്ഷാ തടവുകാരനായി കഴിഞ്ഞത്. 2 ആഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹം പുറത്തിറങ്ങുകയും ചെയ്തു. ഈ മോഷണ വാർത്ത പുറത്തു വന്നതോടുകൂടി തന്നെ പോലീസ് സ്ഥിരീകരിച്ചൊരു കാര്യം, അവിടെയുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഭക്ഷണശാലയുമായി ബന്ധപ്പെട്ട ഒരാളായിരിക്കാം ഈ മോഷണം നടത്തിയത് എന്നുള്ളതാണ് വലിയ രീതിയിലുള്ളൊരു സംശയം നിഴലിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ CCTVയോ മറ്റോ ഒന്നും തന്നെ പ്രവർത്തിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പ്രവർത്തിച്ചിരുന്ന CCTV മുകളിലേക്ക് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും പോലീസ് ഊർജിതമായി തന്നെ അന്വേഷണം നടത്തിയപ്പോൾ പ്രതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. പക്ഷേ ഇയാളെ കണ്ടെത്തുവാനോ കസ്റ്റഡിയിൽ എടുക്കുവാനോ ആയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. 4 ലക്ഷം രൂപയാണ് ഇവിടെ നിന്ന് മോഷണം ചെയ്തത്. അതായത് കഫ്റ്റീരിയയുടെ ഗ്ലാസ് പൊട്ടിച്ചതിന് ശേഷം കഫ്റ്റീരിയയിലെ സൂക്ഷിച്ചിരുന്ന താക്കോൽ എടുത്താണ് ഈ ഓഫീസ് റൂമിൽ നിന്ന് 4 ലക്ഷം രൂപ, അതായത് 3 ദിവസത്തെ കളക്ഷൻ ആയിരുന്നു, അവധിയായതിനാൽ ബാങ്കിൽ അടച്ചിരുന്നില്ല. ഈ 4 ലക്ഷം രൂപയാണ് അവിടെ നിന്ന് മോഷ്ടിച്ചെടുത്തത്. ഉന്മേഷ്, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.